ഒരാൾ ഒരു പെൺകുട്ടി തന്നെയാണ്. അവളുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. അവൾ കല്യാണം കഴിഞ്ഞിരുന്നു. പക്ഷേ ഭർത്താവുമായിട്ട് വലിയ പ്രയാസപ്പെട്ടപ്പോൾ അവൾക്ക് പീഡനങ്ങൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിവോഴ്സായി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ, കല്യാണം കഴിക്കുന്ന മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ ഇവൾ ഈ അവസ്ഥ മനസ്സിലാക്കി ഇയാൾ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ നിലവിൽ ഇയാൾക്ക് ഭാര്യയും 3 കുട്ടികളുണ്ട്. അപ്പോൾ ഇവിടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇനി കല്യാണമേ വേണ്ട, കാരണം ഒരു ദുരന്തമാണ്. ഒരു കല്യാണം എന്ന് കഴിച്ചിട്ട് വലിയ അനുഭവങ്ങളുണ്ട്, ഇനി കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇയാൾ കല്യാണാലോചനയായി വന്നത്. അപ്പോൾ അവൾക്ക് താല്പര്യമുണ്ട്, അയാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ തിരക്കില്ല, ഞാൻ റെഡിയാണ്. പക്ഷേ ആദ്യ ഭാര്യയോട് സമ്മതം വേണം എന്നാണ് ഇവൾ വെച്ച ഡിമാൻഡ്. ഭാര്യ സമ്മതിക്കില്ല. അപ്പോൾ എന്തു ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഒരു പരിഹാരം? ഭാര്യ സമ്മതിക്കില്ല, അയാൾക്കെല്ലാം കഴിക്കുക താല്പര്യമുണ്ട്, ഇവൾ റെഡിയാണ്. റെഡി ആകണമെങ്കിൽ ആദ്യ ഭാര്യ സമ്മതിക്കണം, ഭാര്യ സമ്മതിക്കില്ല. അപ്പം എന്താ അതിൽ പരിഹാരം ഉള്ളതെന്നാണ്? നമുക്കിപ്പോൾ ഒരു വിവാഹ സമയത്ത് നമ്മുടേതായ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നിബന്ധനകൾ വെക്കുന്നതിന് ഒരു വിരോധമല്ല. അൽ മുസ്ലിമൂൻ അലാ ശുറൂത്തിഹിം എന്നാണ് ഒരു നിബന്ധന വെച്ച. അപ്പോൾ ഈ സ്ത്രീ വെച്ച നിബന്ധനയിൽ ഒരു തകരാറില്ല. അതായത് ആദ്യ ഭാര്യയുടെ ഒരു സമ്മതം വേണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ പല കാര്യങ്ങൾ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കും. ഒന്ന്, എന്ത് ചെയ്യണം, അവരുടെ ജീവിതത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായും എന്താണ്, ഞാൻ വേറൊരാളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എനിക്ക് അവരുടെ ഒരു അനുവാദത്തോടു കൂടെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ വിഷമം ഉണ്ടാവില്ല എന്ന്. പക്ഷെ ആ കണ്ടീഷൻ എന്താ വെച്ചാൽ നടക്കാത്തൊരു കണ്ടീഷനാണ്. അതായത് ഒരിക്കലും അവർ സമ്മതിച്ചിട്ടൊരു വിവാഹം നടക്കുക എന്നുള്ളത് അപൂർവമായൊക്കെ സംഭവിക്കാം, പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊന്ന് അവർ ആഗ്രഹിക്കണം എന്താ വെച്ചാൽ ഈ വിവാഹം കഴിഞ്ഞു അവർക്ക് സമ്മതമില്ലെങ്കിലോ പിന്നെ അവരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഇവർ എന്ത് ചെയ്യും, ഒഴിവായി പോരേണ്ടി വരും, ഒരു വൈധവ്യത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഇവരിത് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അയാൾക്ക് അതിനെ ആ ഭാര്യയുടെ സമ്മതത്തോടെയും സംതൃപ്തിയോടെയും കഴിക്കാൻ കഴിയില്ലെങ്കിൽ അയാളതിന് മെനക്കെടാതിരിക്കാൻ നല്ലത്. കാരണം അയാളിപ്പോൾ ഇവരോടുള്ളൊരു വിഷമം കൊണ്ട് ഏറ്റെടുക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ ഇവർക്ക് ആ ഏറ്റെടുക്കലിലൂടെ ഒരു സുരക്ഷിതത്വം കിട്ടുമെന്ന് തോന്നണില്ലെങ്കിൽ എന്തിനാണ് അയാൾ ഏറ്റെടുക്കണത്? വീണ്ടും പ്രശ്നത്തിലേക്ക്. അതെ, അയാൾ ഈ ഏറ്റെടുക്കുന്നതിലൂടെ എനിക്കൊരു രക്ഷ കിട്ടും എന്ന് അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാളത്തിൽ ഇടങ്ങാറായി ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായും അയാൾക്ക് വേണ്ടെന്ന് വെക്കാം. അപ്പോൾ ഇത് ഈ സഹോദരിയുടെ തീരുമാനം. വിധവയല്ലേ, അവർക്ക് പൂർണ്ണമായും തീരുമാനിക്കാം. ഒരു വിവാഹാന്വേഷണം വന്നാൽ ആ വിധവക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഇതെനിക്ക് ഗുണമാകോ ദോഷമാകോ നോക്കിയിട്ട് അവർക്ക് തീരുമാനിക്കാനൊരു പ്രശ്നമില്ല. അവർക്ക് തയ്യാറല്ലെങ്കിൽ ഇയാളെങ്ങനെ വെറുതെ കെട്ടിടാതെ വേഗത്തിൽ പറയാം, ഞാനും നിങ്ങളും തമ്മിലൊരു വിവാഹം നടക്കില്ല, കാരണം നിങ്ങളുടെ വൈഫിന് സമ്മതമല്ല, അവിടെ വന്നൊരു നിങ്ങളെല്ലാം ജീവിതം കലക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഓക്കെ, തീർന്നു, അവിടെ അവസാനിച്ചു. പിന്നെ ഒരു സ്ത്രീ നിലയ്ക്ക് അവർക്ക് നല്ല വിവാഹങ്ങൾ വന്ന് അവർക്കതിന് സാഹചര്യങ്ങൾ ഉണ്ടായി കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്തോട്ടെ, വിവാഹത്തിലേക്ക് പോയിക്കോട്ടെ എന്നുള്ളതുള്ളൂ. അല്ലാതെ ഇവരിപ്പോൾ ഈ വിവാഹത്തിന് നിന്ന് കൊടുക്കാൻ ബാധ്യസ്ഥയൊന്നുമല്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം, അത്രേ ഉള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് എന്താണ്, ഇവർക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ സാധ്യമാവാതെ ഈ കല്യാണം നടത്തുന്നത് അയാൾക്കും എന്തായിരിക്കും, ദോഷകരമായിരിക്കും എന്നാണ്.